എക്കോയും വിലായത്ത് ബുദ്ധയും റിലീസായ ഒരാഴ്ച സമയത്ത് റിവ്യൂ ഒന്നും കാണാഞ്ഞപ്പോൾ പലരും അന്വേഷിച്ചിരുന്നു. കമ്മ്യൂണിറ്റി പോസ്റ്റായും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ചാനലുകളിലും പോസ്റ്റ് ഇട്ടിരുന്നുവെങ്കിലും എല്ലാവരും ഒന്നും അത് കണ്ടില്ല എന്ന് തോന്നുന്നു. ഗോവയിൽ നടന്ന ഒരാഴ്ച നീണ്ടുനിന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ പോയതായിരുന്നു ആ സമയത്ത്. വർഷങ്ങളായി നവംബർ 20 മുതൽ 28 വരെ എന്ന ഫിക്സ്ഡ് ഡേറ്റിൽ നടക്കുന്ന ഫെസ്റ്റിവലാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അഥവാ ഇഫി. അതിലും വിപുലമായ രീതിയിൽ ഡിസംബർ 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് IFFK നടത്താറുണ്ട്. കൂടുതൽ ജനകീയമായത് എന്തുകൊണ്ടും IFFK തന്നെയാണ്. ഇഫി അറ്റൻഡ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കണ്ട നല്ല സിനിമകളെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ചിലരൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോക്കുള്ളിൽ 3 ഭാഗങ്ങളായിട്ട് കാര്യങ്ങൾ പറയാനാണ് ശ്രമിക്കുന്നത്. ഒന്നാമത്തേത് ഫിലിം ഫെസ്റ്റിവലുകളെ കുറിച്ചുള്ള ധാരണകളെക്കുറിച്ചും തെറ്റിദ്ധാരണകളെക്കുറിച്ചും ഞാൻ വ്യക്തിപരമായി ഫിലിം ഫെസ്റ്റിവലുകളെ ഏത് രീതിയിലാണ് കാണുന്നത് എന്നതിനെക്കുറിച്ച് പറയാനാണ്. രണ്ടാമതായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഗോവയിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ ആർക്കെങ്കിലും ഭാവിയിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതൊക്കെ വിശദീകരിക്കാനുള്ളൊരു ശ്രമമാണ്. അതിനോടൊപ്പം ഇത്തവണ ഞാൻ കണ്ട സിനിമകളെയും പരിപാടികളെയും കുറിച്ചുള്ള ഒരു ഡോക്യുമെന്റേഷനും ഉണ്ടാകും. മൂന്നാമത്തെ ഭാഗമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗോവയിൽ വെച്ച് കണ്ട ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന സിനിമകളെക്കുറിച്ചും അവയിൽ ഡിസംബർ 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന IFFKയിൽ വരുന്ന സിനിമകളുടെ ഒരു റെക്കമെൻഡേഷനുമാണ്. ഞാൻ ഏതാണ്ട് കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലായിട്ട് ഫിലിം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ പലപ്പോഴും സംസാരിക്കണമെന്ന് തോന്നിയിട്ടുള്ള കാര്യമാണ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്ന യാഥാർത്ഥ്യം. പല മിഥ്യാധാരണകളും ഫിലിം ഫെസ്റ്റിവലുകളെ ചുറ്റിപ്പറ്റിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളൊരു ബുദ്ധിജീവി ആണെങ്കിൽ പോകേണ്ട, അല്ലെങ്കിൽ ബുദ്ധിജീവി ആണെന്ന് കാണിക്കാൻ വേണ്ടി പോകേണ്ട സ്ഥലമാണ് ഫിലിം ഫെസ്റ്റിവൽ എന്ന്. സിമ്പിളായി വസ്ത്രം ധരിച്ചു വരുന്ന സാധാരണ വ്യക്തികളടക്കം വരുന്ന, സിനിമ കണ്ടിട്ട് മനസ്സിലായില്ലേ അത് അങ്ങനെ തന്നെ പറയാൻ ഒരു മടിയും ജാള്യതയും വിചാരിക്കാത്തവരും വരുന്ന ഇടം തന്നെയാണ് ഫിലിം ഫെസ്റ്റിവലുകൾ. പിന്നെയുള്ള കാര്യമാണ് സിനിമകളുടെ നിലവാരം. ക്രാഫ്റ്റ് കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമകൾ മാത്രം കാണിക്കുന്ന സ്ഥലമല്ല ഒരു ഫിലിം ഫെസ്റ്റിവൽ. പല നാടുകളുടെ പല ജനവിഭാഗങ്ങളുടെ കഥ ആളുകളിൽ എത്തിക്കുക എന്ന ഉദ്ദേശവും ഫെസ്റ്റിവലുകൾക്കുണ്ട്. ആ സിനിമകളെല്ലാം നിലവാരത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളവയായിരിക്കാം. നമ്മൾ ഒരാളുടെ പക്വതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറില്ലേ, അയാൾ ഒരുപാട് അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ്, അയാൾക്ക് ഒരുപാട് ലോകപരിചയമുള്ളതാണ്, അയാൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ. പല പ്രമുഖരും നല്ലൊരു മനുഷ്യനാകുന്നതിൽ പല നാടുകളിലേക്കും യാത്രകൾ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏറ്റവും ചുരുങ്ങിയ ചെലവിലുള്ള ഒരു ലോക പര്യടനമാണ് ഒരർത്ഥത്തിൽ ഫിലിം ഫെസ്റ്റിവലുകൾ. ഹോളിവുഡ് സിനിമകളിൽ കാണുന്ന ഇന്ത്യയല്ല യഥാർത്ഥ ഇന്ത്യ, ബോളിവുഡ് കാണിക്കുന്ന കേരളവും തമിഴ്നാടുമല്ല ശരിക്കും ആ നാടുകൾ എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ. ഫിലിം ഫെസ്റ്റിവലുകൾ ഒരർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു നാടിനെക്കുറിച്ചുള്ള കഥ ആ നാട്ടുകാരൻ തന്നെ പറയുന്ന സിനിമകളെ മറ്റൊരു ജനസമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുക എന്നതുകൂടിയാണ്. ഈ അടുത്തായി പല ചെറിയ സിനിമകളുടെയും വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു വാചകമാണ് ലോക്കൽ ഈസ് ഇന്റർനാഷണൽ. അതായത് നമ്മൾ നമ്മുടെ കൾച്ചറിലുള്ള കഥ ആ കഥയോട് പരമാവധി നീതി പുലർത്തി അവതരിപ്പിച്ചാൽ അത് ഏത് നാട്ടിലുള്ള വ്യക്തിക്കും മനസ്സിലാവും. ഒരർത്ഥത്തിൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയി സിനിമ കാണുമ്പോൾ ആ ഒരു യാഥാർത്ഥ്യമാണ് എല്ലാവർക്കും കിട്ടുക. നമ്മുടെ നാട്ടിലുള്ളതുപോലത്തെ സാമൂഹികമായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ യൂറോപ്പിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ പൊതുവെ നമ്മുടെ ഇവിടെയുള്ള മുഖ്യധാര കച്ചവട സിനിമകൾ പറയാൻ മടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇത്തരം ഫിലിം ഫെസ്റ്റിവലുകളിലുള്ള സിനിമകളിൽ സധൈര്യം പറയുന്നത് കാണാൻ സാധിക്കും. മതരാഷ്ട്ര സങ്കല്പങ്ങളിലെയും ഏകാധിപതി ഭരിക്കുന്ന രാജ്യങ്ങളിലെയും ഒക്കെ പ്രശ്നങ്ങൾ അവിടുത്തെ ഫിലിം മേക്കർമാർ സിനിമകളിലൂടെ കാണിച്ചു തരുമ്പോൾ ഒരർത്ഥത്തിൽ ജനാധിപത്യത്തെ എന്ത് വില കൊടുത്തും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത നമ്മുടെ രാജ്യത്തുള്ളവർക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അതുപോലെ തന്നെ LGBTQI+ കമ്മ്യൂണിറ്റിയെയൊക്കെ സഹജീവികളായിട്ട് കാണേണ്ടതിന്റെ, മറ്റു പല സമൂഹങ്ങളും കാണുന്നതിന്റെ നേർക്കാഴ്ചകൾ ഇത്തരം ഫിലിം ഫെസ്റ്റിവലുകളിലെ സിനിമകളിലൂടെ കാണുമ്പോൾ ആ ഒരു വിഭാഗത്തിലുള്ളവരോടുള്ള നമ്മുടെ സമീപനമൊക്കെ മാറാൻ സാധ്യതയുണ്ട്. മടുപ്പിക്കുന്ന സിനിമകളും ബുദ്ധിജീവി പടം ആകാൻ ശ്രമിക്കുന്ന പടങ്ങളും കണ്ടാൽ ഉറങ്ങിപ്പോകുന്ന പടങ്ങളും ഒക്കെ ഫെസ്റ്റിവലുകളിൽ വരാറുണ്ട്. പക്ഷേ അതിനിടയിൽ നമ്മളെ വ്യക്തിപരമായി സ്വാധീനിക്കാൻ കഴിവുള്ള നല്ല സിനിമകളും വരും. കേപ്പർനം എന്ന നദൈൻ ലബാക്കിയുടെ സിനിമ ഞാൻ 2018 കാണുമ്പോൾ നമ്മുടെ ഇവിടെ ശബരിമല ആചാര സംരക്ഷണത്തിന്റെ സമരം നടക്കുകയാണ്. മരിച്ചുപോയാൽ തങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു രേഖ പോലും ഇല്ലാതെ ഏത് നിമിഷവും മരണം കാത്തു നിൽക്കുന്ന ഒരു ജനവിഭാഗം കുറച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറം ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഞാനടക്കം പലർക്കും അന്ന് ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഒരു സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ എത്രത്തോളം പ്രിവിലേജ്ഡ് ആണ് എന്നതും ആ ഒരു സ്ഥിതി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും സബ് കോൺഷ്യസ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഇത്തവണത്തെ ഗോവ ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാം. ഏതാണ്ട് ഒക്ടോബർ മാസം പകുതിയാകുമ്പോൾ തന്നെ ഈ ഫിലിം ഫെസ്റ്റിവലിന് രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ സമയമാകും. ഇൻസ്റ്റാഗ്രാമിൽ ഇഫി ഗോവ എന്ന പ്രൊഫൈൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും ലഭിക്കും. സാധാരണ ഡെലിഗേറ്റ് ആയിട്ടും ഫിലിം പ്രൊഫഷണൽ ആയിട്ടും സ്റ്റുഡൻ്റ് ആയിട്ടും രജിസ്റ്റർ ചെയ്യാം. ഫിലിം പ്രൊഫഷണൽ ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇത്തവണത്തെ ടാക്സ് അടക്കമുള്ള ഡെലിഗേറ്റ് ഫീ എന്ന് പറയുന്നത് 1180 രൂപയായിരുന്നു. സിനിമ, മീഡിയ മുതലായവയുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിക്കുന്നവർക്ക് സ്ഥാപനത്തിൽ നിന്നുള്ള ലെറ്ററും ഐഡന്റിറ്റി കാർഡും സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ
ഫ്രീ ആയിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. പരിപാടി നടക്കുന്നത് നവംബർ 20 മുതൽ 28 വരെയാണ്. എല്ലാ വർഷവും ഇതേ ഡേറ്റിൽ തന്നെയാണ് ഫെസ്റ്റിവൽ നടക്കുക. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെന്യൂ ഗോവയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള പനാജി എന്ന ഗോവക്കാർ പഞ്ചിം എന്ന് വിളിക്കുന്ന സ്ഥലം തന്നെയാണ്. എന്റർടൈൻമെന്റ് സൊസൈറ്റി ഓഫ് ഗോവയുടെ കീഴിലുള്ള ഒരു കോംപ്ലക്സ് അവിടെയുണ്ട്. അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഐനോക്സിന്റെ 4 സ്ക്രീനുകളും അതേ കോമ്പൗണ്ടിലുള്ള മെക്കനാസ് പാലസ് എന്ന് പറയുന്ന ഒരു ചെറിയ തിയേറ്ററുമാണ് പ്രധാന വേദി. ഇതുകൂടാതെ മാസ്റ്റർ ക്ലാസുകൾ പോലെയുള്ള പരിപാടികൾ നടത്താൻ ഒരല്പം മാറി നടന്നു പോകാൻ പാകത്തിന് കലാ അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാറി പോർവോറിം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മോളിലുള്ള ഐനോക്സിന്റെ 4 സ്ക്രീനുകളിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. പ്രധാന വേദിയുടെ പുറകുവശത്തായിട്ട് ജോഗ്രഫിക്കലി വരുന്ന രീതിയിൽ 2 സ്ക്രീനുകൾ കൂടെ വരുന്നുണ്ട്. പക്ഷേ ആ സ്ക്രീനുകൾ അങ്ങേയറ്റം സീറ്റിംഗ് കപ്പാസിറ്റി കുറവാണ്. അശോക്, സാമ്രാട്ട് എന്നിങ്ങനെ 2 കുഞ്ഞൻ സ്ക്രീനുകളാണവ. പ്രധാന വേദിയിൽ നിന്ന് ഈ പറഞ്ഞ കലാ അക്കാദമിയിലേക്കും ഞാൻ പറഞ്ഞ അശോക്, സാമ്രാട്ട് മുതലായ സ്ക്രീനുകളിലേക്കും ഡെലിഗേറ്റുകൾക്ക് പോകുന്നതിന് സൗജന്യ ഓട്ടോ സർവീസ് ഉണ്ട്. പിന്നെ 6 കിലോമീറ്റർ അകലെയുള്ള പോർവോറിം മോളിലേക്ക് 15 മിനിറ്റ് ഇടവേളകളിൽ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇത്തവണ ഗോവയിൽ റോഡ് പണി കാര്യമായിട്ട് നടക്കുന്നതുകൊണ്ട് ഈ ഒരു ഷട്ടിൽ സർവീസ് പൊടിമയമായിരുന്നു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിഗേറ്റ് പാസും കിറ്റും വാങ്ങാൻ നമ്മൾ ചെല്ലേണ്ടത് കലാ അക്കാദമിയിലാണ്. ടിക്കറ്റ് റിസർവ് ചെയ്യുന്നതെല്ലാം ഓൺലൈൻ ആപ്പ് വഴിയാണ്. 48 മണിക്കൂറിന് മുന്നേയായി എല്ലാ ദിവസവും രാവിലെ ഏകദേശം 8 മണിക്ക് ടിക്കറ്റ് ബുക്കിംഗുകൾ ഓപ്പൺ ആകും. സാധാരണ ഡെലിഗേറ്റുകൾക്കും സ്റ്റുഡൻസിനും 4 ടിക്കറ്റുകൾ ഒരു ദിവസം ബുക്ക് ചെയ്യാം. ഫിലിം പ്രൊഫഷണൽസിന് 1 ടിക്കറ്റ് അധികം ലഭിക്കും. IRCTC തത്കാൽ ടിക്കറ്റ് പോലെ തന്നെ മിനിറ്റുകൾ കൊണ്ട് തീർന്നു പോകുന്ന പരിപാടിയാണ് ഈ ഒരു ടിക്കറ്റ് ബുക്കിംഗ്. IFFKയിൽ ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ടിക്കറ്റ് കിട്ടാൻ. അതുകൊണ്ട് തന്നെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ഷെഡ്യൂൾ കിട്ടിയ ഉടനെ തന്നെ ഓരോ ദിവസവും കാണേണ്ട സിനിമകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കേണ്ടതാണ്. IFFK പോലെ അൺറിസർവ്ഡ് എന്നൊരു പരിപാടി ഇവിടെ ഇല്ല. അതായത് IFFKയിൽ സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ ടിക്കറ്റ് ഇല്ലാത്തവരെയും അകത്തേക്ക് കടത്തിവിടും. പക്ഷേ ഇവിടെ നിങ്ങൾ ആപ്പ് റീഫ്രഷ് ചെയ്തുകൊണ്ട് ടിക്കറ്റ് ഒപ്പിച്ചാലേ അകത്തേക്ക് പ്രവേശനം കിട്ടൂ. ബുക്ക് ചെയ്ത സിനിമകൾക്ക് ഡെലിഗേറ്റ് വന്നില്ലെങ്കിൽ 3 നോ ഷോ വന്നു കഴിഞ്ഞാൽ പിന്നീട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു സംഗതി ഗോവയിലുള്ളത് കൊണ്ട് പടം കാണണ്ട എന്ന് വിചാരിച്ച് റൂമിൽ പോയി ബിയർ അടിച്ച് ഉറങ്ങാൻ തീരുമാനിക്കുന്നവർ എന്തായാലും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും. IFFKയിലും ഈ ഒരു സിസ്റ്റം, അതായത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ പണി കൊടുക്കുന്ന പരിപാടി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നല്ലതാണ്. പുറമേ നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും വെള്ളത്തിന്റെ കുപ്പി പോലും അകത്തേക്ക് കൊണ്ടുപോകാൻ ഇവിടെ സമ്മതിക്കില്ല. സിനിമകൾ തുടർച്ചയായി കാണുക എന്നത് തന്നെയാണ് ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പോയാൽ പൊതുവെ എല്ലാവരും ചെയ്യാറ്. മൊത്തത്തിൽ 5 പ്രദർശനങ്ങളാണ് എല്ലാ സ്ക്രീനുകളിലും ഉണ്ടാവുക. ഐനോക്സിലെ 1ാമത്തെ സ്ക്രീൻ വളരെയധികം വലിയ പ്രീമിയം സ്ക്രീനാണ്. നെറ്റ്ഫ്ലിക്സിന്റെ റാത്ത് അക്കേലി ഹേയുടെ 2ാം ഭാഗം, ജാഫർ പനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് മുതലായ ഇത്തവണത്തെ ഫെസ്റ്റിവലിലെ ഒരുപാട് പ്രധാനപ്പെട്ട സ്ക്രീനിങ്ങുകൾ ഈ സ്ക്രീനിലാണ് നടന്നത്. ബാക്കി സ്ക്രീനുകൾ താരതമ്യേന ചെറുതാണെങ്കിലും ഫെസ്റ്റിവലിന്റെ ജനപങ്കാളിത്തം വെച്ച് നോക്കുമ്പോൾ സാമാന്യ ആളുകളെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്. മെക്കിനാസ് പാലസ് ഇതുപോലെ തന്നെ ഒരു ശരാശരി വലിപ്പമുള്ള സ്ക്രീനിങ് ഫെസിലിറ്റിയാണ്. ആദ്യം പറഞ്ഞ കലാ അക്കാദമിയാണ് മാസ്റ്റർ ക്ലാസ്സുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരു വേദിയാണ് കലാ അക്കാദമി. പ്രധാന വേദിയുടെ പുറകിലായിട്ടാണ് പഞ്ചിം മാർക്കറ്റ് വരുന്നത്. ആ ഭാഗത്ത് കേരള ഫുഡ് വരെ ലഭിക്കുന്ന ഹോട്ടലുകൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി താമസത്തിന്റെ കാര്യമാണെങ്കിൽ പെർ ഡേ 1400 രൂപ വരുന്ന 2000 രൂപയ്ക്ക് ട്രിപ്പിൾ ഷെയറിങ്ങിലൊക്കെ നിൽക്കാവുന്ന ലോഡ്ജുകൾ മുതൽ പെർ ഡേ 500 മുതൽ 900 രൂപ വരെ ഉള്ള ഡോർമെട്രികളും പ്രധാന വേദിക്ക് സമീപത്തായിട്ട് അവൈലബിൾ ആണ്. വന്നിട്ട് റൂം എടുക്കുന്നതിനേക്കാൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത്. ഫെസ്റ്റിവൽ സമയത്ത് വന്നിട്ട് ബുക്ക് ചെയ്യുമ്പോൾ പൈസ കയറ്റി പറയാനുള്ള സാധ്യതയുണ്ട്. ഇത്തവണത്തെ ഫെസ്റ്റിവലിൽ ഈ പറയുന്ന ഫെസ്റ്റിവൽ സിനിമകളോടൊപ്പം തന്നെ മാസ്റ്റർ ക്ലാസ്സുകളും ഉണ്ട്. അതിൽ ശ്രീകർ പ്രസാദ് ഉണ്ടായിരുന്ന ഒരു സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കുറച്ച് സിനിമകൾ കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള എഡിറ്റിംഗ് അപ്രോച്ചുകൾ അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ വേറെയും മാസ്റ്റർ ക്ലാസ്സുകൾ അവിടെ ഉണ്ടായിരുന്നു. സിനിമകൾ കാണേണ്ടതുകൊണ്ട് എല്ലാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. രാജ്കുമാർ ഹിറാനി എഡിറ്റിങ്ങിനെ കുറിച്ചൊരു മാസ്റ്റർ ക്ലാസ് നടത്തിയിരുന്നു. അതുപോലെ ആമിർ ഖാനും ഭരദ്വാജ് രംഗനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അവിടെ ഉണ്ടായിരുന്നു. പഴയ സിനിമകൾ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 4Kയിൽ റീസ്റ്റോർ ചെയ്തത് പലതും പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. അതിൽ ഞാൻ കണ്ടത് ഗുരുദത്തിന്റെ പ്യാസയും സിബി മലയിലിന്റെ കിരീടവുമായിരുന്നു. കിരീടം 4K റീസ്റ്റോർ ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്. ഇറങ്ങിയ കാലത്തെ വിഷ്വൽ ക്വാളിറ്റിയിൽ ആ സിനിമ തിയേറ്ററിൽ അതിന്റെ സംവിധായകനോടൊപ്പം കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. റീസ്റ്റോർ ചെയ്ത പതിപ്പിന്റെ നിലവിലെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് അറിയില്ല. ഇപ്പോൾ പലരും ചെയ്യുന്ന തട്ടിക്കൂട്ടിയ റീസ്റ്റോറേഷൻ അല്ല അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും തിയേറ്ററിൽ റിലീസ് വരുമ്പോൾ ആരും മിസ് ചെയ്യരുത്. ഇങ്ങനെ പഴയ സിനിമകൾ തിയേറ്ററിൽ ഇരുന്ന് കാണാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് പലപ്പോഴും ഫിലിം ഫെസ്റ്റിവലുകളിലാണ്. അല്പം വർഷങ്ങൾക്ക് മുമ്പ് പാതേർ പാഞ്ചാലിയും ഞാൻ ഇതേ തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള പല ഭാഷകളിലുള്ള സിനിമകളെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ നിന്നും സർക്കീറ്റും അജയന്റെ 2ാം മോഷണവും തുടരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അണിയറ പ്രവർത്തകർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു.
അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമകളുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നവരെ പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ് ഫിലിം ഫെസ്റ്റിവലുകൾ തരുന്നത്. ഫെസ്റ്റിവലിന് ഒരു ഗ്ലാമർ കൂട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയ ഒരു സംഗതിയാണ് ഗാല പ്രീമിയർ. ഡിസംബർ 19 ഇറങ്ങാൻ പോകുന്ന നെറ്റ്ഫ്ലിക്സിന്റെ സിനിമയായിട്ടുള്ള രാത് അക്കേലി ഹേയുടെ രണ്ടാം ഭാഗവും രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്ത പെണ്ണും പൊറാട്ടുമൊക്കെ ആ കാറ്റഗറിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഫർഹാൻ അക്തറിന്റെ 120 ബഹാദൂർ, വിജയ് വർമ്മ, ഫാത്തിമ സന ഷേഖ് മുതലായവർ അഭിനയിച്ച ഗുസ്താഖ് ഇഷ്ക്, ഫാമിലി മാൻ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡ് എന്നിവയൊക്കെ ഈ ഗാല പ്രീമിയർ എന്ന കാറ്റഗറിയിൽ പെടുത്തി ഈ ഫെസ്റ്റിവലിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത്തവണത്തെ ഫെസ്റ്റിവലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകളെ കുറിച്ച് പറയാം. ഇതൊരു റിവ്യൂ ഒന്നുമല്ല, കുറഞ്ഞ വാക്കുകളിൽ ആ സിനിമകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തേത് ഈ വർഷത്തെ ഫെസ്റ്റിവൽ സർക്യൂട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ആർക്കും ഊഹിക്കാവുന്ന പടമാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ദിയോർ ലഭിച്ചിട്ടുള്ള ജാഫർ പനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. ഹ്യൂമറിനെ ആദ്യാവസാനം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണെങ്കിലും ഈ സിനിമ പറയുന്ന വിഷയത്തിന്റെ ഒരു ഗൗരവം വളരെ വലുതാണ്. മനുഷ്യത്വത്തിന്റെ ഒരു എലമെന്റിനെ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഗംഭീരമായിട്ടാണ്. അതിന്റെ ക്ലൈമാക്സിലൊക്കെ ഒരു സൗണ്ട് എലമെന്റിനെ പനാഹി ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും കണ്ടവർക്ക് മറക്കാൻ പറ്റില്ല. രണ്ടാമത്തെ സിനിമ പ്രതീക്ഷിച്ചതിലും എത്രയോ വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തൊരു സിനിമയാണ്. ഒളിവർ ലാഷെ സംവിധാനം ചെയ്ത സിറാത്ത്. ഖുറാനിലൊക്കെ പറയുന്ന സിറാത്തും പാലും തന്നെയാണ് ടൈറ്റിലിന് ഇൻസ്പിറേഷൻ. കഥ നടക്കുന്ന കാലഘട്ടത്തെയോ സ്ഥലത്തെയോ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും ഈ പടത്തിലുള്ള ഒരു ജേണി നമ്മളെ പിടിച്ചിരുത്തുന്നതാണ്. ടെൻഷൻ ബിൽഡ് ചെയ്യുന്നതിനുള്ള ഒരു ക്രാഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന പടമാണ് സിറാത്ത്. മൂന്നാമത്തെ സിനിമ ഇതുപോലെ സാമാന്യം പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമ തന്നെയാണ്. പാർക്ക് ചാൻ വുക്കിന്റെ നോ അതർ ചോയ്സ്. ബ്ലാക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ പടം സീനുകൾക്കുള്ളിലുള്ള മൈക്രോ എലമെന്റുകളിലൂടെയൊക്കെ നമ്മളെ ചിരിപ്പിച്ച് പടം ഇങ്ങനെ എസ്കലേറ്റ് ചെയ്ത് പോകുന്നത് കണ്ടിരിക്കാൻ വല്ലാത്തൊരു രസമാണ്. സത്യം പറഞ്ഞാൽ ഒരു സർവൈവൽ സ്റ്റോറിയാണ് പടം, പക്ഷെ ബ്ലാക്ക് കോമഡിയുടെ ഒരു നിറഞ്ഞ സാന്നിധ്യം പടത്തിലുണ്ട്. നാലാമത്തെ പടം സിറാത്തിനെ പറഞ്ഞതുപോലെ അമിത പ്രതീക്ഷ ഇല്ലാതെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സയ്യിദ് റുസ്തോയി സംവിധാനം ചെയ്ത വുമൺ ആൻഡ് ചൈൽഡ്. ഒരു സിംഗിൾ മദറിന്റെ കഥയാണ് പടം. ചുറ്റുപാടുകളും കാര്യങ്ങളുമൊക്കെ അവരെ ഒരു ട്രാജഡിയിൽ ഒട്ടും സഹായിക്കാതെ വരുന്നതും അവർ നടത്തുന്ന ഒരു ഫൈറ്റും ഒക്കെയാണ് ഈ പടത്തിന്റെ ഇതിവൃത്തം. അഞ്ചാമത്തെ പടം ഈ ലിസ്റ്റിലുള്ളത് നവാഗതനായ ഹെയ്സം ഫറമൻ സംവിധാനം ചെയ്ത മൈ ഡോട്ടേഴ്സ് ഹെയർ ആണ്. തന്റെ മകൾക്ക് വേണ്ടി ഒരു അച്ഛൻ ഒരു ലാപ്ടോപ്പ് ഒപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതും അതിനുശേഷം സംഭവിക്കുന്ന പല കാര്യങ്ങളുമാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാതെ എന്നൊരു നിസ്സഹായാവസ്ഥയൊക്കെ ഈ പടത്തിൽ കാണിച്ചിട്ടുള്ളത് ഗംഭീരമായിട്ടാണ്. ഈ 5 സിനിമകളാണ് ഒരു ടോപ്പ് 5 എന്ന രീതിയിൽ എനിക്ക് ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സെന്റിമെന്റൽ വാല്യൂ, ഫാദർ മദർ സിസ്റ്റർ ബ്രദർ, ആൽഫ, ഡ്രീം സെക്സ് ലവ്, എ പോയറ്റ് മുതലായ സിനിമകളും കണ്ടപ്പോൾ പല പല ഘടകങ്ങൾ വർക്കായ സിനിമകളായിരുന്നു. എനിക്ക് കാണാൻ സാധിക്കാഞ്ഞ മറ്റുള്ളവർ കണ്ടിട്ട് നല്ലത് പറഞ്ഞ സിനിമകളായിരുന്നു ജാപ്പനീസ് സിനിമയായ ഷാം, ജർമ്മൻ സിനിമയായിട്ടുള്ള അംബ്രും എന്നിവ. ഇനി ഇത്തവണത്തെ IFFKയിലുള്ള സിനിമകളിൽ ഞാൻ മേലെ പറഞ്ഞതിൽ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്, സിറാത്ത്, നോ അതർ ചോയ്സ്, സെന്റിമെന്റൽ വാല്യൂ, ഫാദർ മദർ സിസ്റ്റർ ബ്രദർ, ഡ്രീം സെക്സ് ലവ്, ആൽഫ, എ പോയറ്റ് മുതലായവയുണ്ട്. തീർച്ചയായും കാണേണ്ടതായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഇവയൊക്കെയാണ്. നിങ്ങളുടെ അറിവിൽ ഇത്തവണത്തെ IFFKയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളിൽ തീർച്ചയായും കാണേണ്ടതാണ് എന്ന് തോന്നിയ ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ കമന്റുകളിൽ മെൻഷൻ ചെയ്താൽ ഡിസംബർ 12 മുതൽ 19 വരെ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് പ്ലാനിംഗ് നടത്താൻ സഹായകരമായിരിക്കും. പിന്നെ ഒരു കാര്യം ഇപ്പോഴേ പറയാം, 12 മുതൽ 19 വരെ വീഡിയോ റിവ്യൂകൾ എന്തായാലും ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഏതെങ്കിലും രീതിയിൽ റിലീസാകുന്ന സിനിമകൾ കാണാനുള്ള ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് റിവ്യൂ നമ്മുടെ വെബ്സൈറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കുമെന്നും ഈ വീഡിയോ ഉപയോഗപ്പെടുന്ന ഒരാൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്